ചിക്കനൊക്കെ ഇങ്ങനെ വെന്തൊക്കെ ചോറ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അപ്പുറത്തേക്കാ വില്ലേജ് കുക്കിംഗ് വൈബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ സാധാരണ പെരുന്നാൾക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി മോഡൽ നമ്മൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പെരുന്നാളായി എല്ലാം ചെയ്യണതാണ് നമ്മുടെ അയൽവാസികൾക്കൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം, പിന്നെ നമുക്കും കഴിക്കണം. അപ്പോൾ നേരെ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ചിക്കനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് ചിക്കൻ നമ്മൾ സ്കിന്നോട് കൂടി എടുത്താണ്, നമുക്ക് വലിയ പീസാണ് വേണ്ടിയത്. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. 3 ചിക്കൻ മേടിച്ചിട്ടിട്ടാണ് നമ്മൾ. കട്ട് ചെയ്തിട്ട് മസാല ഇട്ടിട്ട് പൊരിക്കണം. പൊരിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കണേ. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ പോയിക്കണം. നമുക്കിതിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഇടാം. മസാല ഇടാൻ വേണ്ടി നമ്മളിതിലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വന്തം മുളക് പൊടി, നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി കണ്ട നല്ല കളറുള്ള കാശ്മീരി ചില്ലി കേട്ടോ. ആദ്യം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്കുള്ള പൊരിക്കണേൽക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് ഇട്ടാൽ നമ്മൾ ബിരിയാണിയിലൂടെ ഉണ്ട്, എന്നാലും ഇഞ്ചി പേസ്റ്റ് സ്വല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരിട്ടാ. തൈര് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തൈര് ഈ പൊരിക്കണയിൽ എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. ആരും അങ്ങനെ തൈരൊന്നും പൊരിക്കണയിൽ ചേർക്കാറില്ല. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മസാല ഒക്കെ സെറ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടാ. നമ്മുടെ ഉരുളി ചൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടാ. ചിക്കൻ പൊരിക്കുക. ചിക്കൻ പൊരിക്കണ ഈ ഓയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ കുറച്ച് സവോള പൊരിച്ചെടുക്കാം. ഉള്ളി പൊരിച്ചതാണ്. ബിരിയാണി ദമ്മിടുന്ന ഉരുളിയിലാണ് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞ്. ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാട്ടെ. ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. ആദ്യം തന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ വാടിയേക്കണേ. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ആയിവാ മാഷാള്ള വെയിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു, അപ്പോൾ അത് വെയിൽ വരുന്നുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. സവോള ഒന്ന് വാടട്ടെ പെട്ടെന്ന്. മഴയാണ്, ഒന്നിനും സമ്മതിക്കണില്ല.
തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി 2 മിനിറ്റ് മൂടി നമുക്ക് ഈ തുറന്നിട്ട് മസാല ഇടക്കാം. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ടാ. ചിക്കൻ മസാലയുടെ പൊടി, ഗരം മസാല നമ്മൾ പൊടിച്ചു വെച്ചതാണ്, വീട്ടിൽ പൊടിച്ചതാണ് ഗരം മസാല. തൈര് ഇട്ടാ, നാടൻ തൈര് നമുക്ക് ഇതിൽ കുറച്ച് കിട്ടും. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. പൊരിച്ചു വെച്ച ചിക്കൻ ഇതിൽ ഇട്ട് കൊടുക്കുക. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ് ഇട്ടാ. 3 ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് അരി വേവിച്ചിട്ട് ദമ്മിടാം. അതിലേക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുക്കുക. ഏലക്ക, കറാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുക. വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ഇടാനായിക്കണ്. അപ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ. വെള്ളം തിള വരുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം തിള വരാനായിക്കണ്. 3-4 മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് അരി നല്ല അരി കേട്ടാ. നമ്മൾ അരി വെന്തൊക്കെ ഏകദേശം. അപ്പം നമുക്ക് ഒരു പണി, ആദ്യത്തെ ഒരു സ്വല്പം ഒരു പൊടി വേവ് കുറവുള്ള നമ്മൾ ദമ്മിൻ്റെ അടിയിലിട്ട് കൊടുക്കാം. ദമ്മിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെയറിൽ ഇതിട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയിൽ നമുക്ക് പെട്ടെന്ന് ഊറ്റി കൊടുക്കാം. നന്നായി വെന്തക്കണം. ഇത് ഫസ്റ്റിൽ നമ്മൾ ഊറ്റിയിട്ടാണ്. കുറച്ച് ഉള്ളി പൊരിച്ചത് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾക്കിതിൻ്റെ മേലെ, പുതിന, ഗരം മസാല പൊടിച്ച് കിട്ടാം. ഏലക്കായ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഗരം മസാല പൊടിച്ചത് നമ്മളിതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുനാരങ്ങ അതിലിങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയറാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്ത് അതിൽ ഐറ്റംസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ലെയർ. ഇത് ലെയറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ചോറിടാണ്ട്. കറിവേപ്പില, നമ്മുടെ ഗരം മസാലയുടെ പൊടി നമ്മളിട്ട് കഴിഞ്ഞ് ഗരം മസാലയുടെ പൊടി ഇട്ടാൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടാ. അടിപൊളി. നമ്മൾ അടിയത്തെ ലെയറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ട്. നീരിങ്ങനെ ഇറങ്ങി വരും. പുതിന, നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഉരുളി ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് കനൽ, കുറച്ച് കനൽ മേലിട്ട് വെക്കട്ടെ. അടിയിൽ തീ ഫുള്ള് ശരിക്കിടാം.
ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമ്മൾ ദമ്മിട്ട് 10-15 മിനിറ്റ് വരെ നമ്മൾ ദമ്മിലിരുന്ന്. അപ്പോൾ 15 മിനിറ്റിലെ ഏറെ ആയിപ്പോൾ ദമ്മ്. അപ്പോൾ നമുക്കിത് എടുത്ത് നോക്കാം. കണ്ട, നമുക്കിത് ഇനിയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം കുറച്ച് ഇതിൽ. കണ്ട, അയ്യോ ചോറ് അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ചിക്കനൊക്കെ ഇങ്ങനെ വെന്തൊക്കെ. അയ്യോ ചിക്കനൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ചോറ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സാധനം അടിപൊളിയായിട്ട് നമ്മളെ ഉരുളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം, അപ്പുറത്തുള്ളവർക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബക്രീദ് ആശംസകൾ. ഇക്ക അവിടെ അപ്പുറത്തിട്ടാ.